ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. കുറേ ഇല്ല നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട്, കുറേ നല്ല രണ്ടാഴ്ച ആയിക്കും കേട്ടോ. നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. പെരുന്നാളിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ, പെരുന്നാളിൻ്റെ ഒരു ആഴ്ച ഒന്നര ആഴ്ച മുന്നേ എനിക്ക് വയ്യാതായി. ആ ലാസ്റ്റ് ഷാൾ മാക്സിൻ്റെ വീഡിയോ ചെയ്തത് മാത്രം അതന്നെ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ മൂത്രപ്പഴുപ്പ്, യൂറിൻ ഇൻഫെക്ഷനായിട്ട് ആകെ ക്ഷീണവും, ഗുളിക കഴിക്കുമ്പോൾ ക്ഷീണം. പിന്നെ ആ ഗുളിക കഴിച്ചപ്പോൾ അതങ്ങനെ മാറി. പിന്നെ എന്താ പറയുക, ഗുളിക കഴിച്ചതിൻ്റെ ക്ഷീണമായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പനി, തൊണ്ടവേദന വെച്ചാലും പോരാ, അപാര തൊണ്ടവേദന. അങ്ങനെ തൊണ്ടവേദനയൊക്കെ ആയി. പിന്നെ അതും പിന്നെ ശ്വാസം മുട്ടായി, കഫക്കെട്ട് കൂടി ശ്വാസം മുട്ടായി. അതിൻ്റെ ഇടയിൽ വീട്ടിലൊക്കെ വരുന്നവരെ കച്ചവടമാണ് കേട്ടോ. പക്ഷെ അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ആയതൊക്കെ അപ്പോഴേക്കപ്പോഴേ പാർസൽ വയ്യെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ കസ്റ്റമറിനെ ഇടങ്ങേറാക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഇത്തിരി ഇടങ്ങേറായാലും ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ അവരെന്നെ വേണമല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അതൊക്കെ ഓർഡർ വന്നതൊക്കെ ഞാൻ കൊണ്ടുകൊടുത്തു. കൊറിയർ ഓഫീസിൽ കൊണ്ടുകൊടുത്തു. പോസ്റ്റ് ഓഫീസിൽ വേണം പറഞ്ഞു. പോസ്റ്റ് ഓഫീസൊക്കെ നമുക്ക് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. അപ്പോൾ എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതും അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. പിന്നെ എന്നാലും നമ്മുടെ മാക്സികളെല്ലാം, ഷാൾ മാക്സി, സാദാ മാക്സി, ഒരു 230 മാക്സി ഉണ്ടായിരുന്നു. അത് 250 നൈറ്റി, അത് പിന്നെ ഫുൾ കൈ മാക്സി, റയോൺ മാക്സി, കോട്ട് സെറ്റ്, ഷാള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചിലവ്. ഷാളിൽ മാത്രം കുറച്ചുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒക്കെ 2, 3, 4 അത്രേ ഉള്ളൂ. പിന്നെ ഏത് ഷോപ്പിലായാലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അതല്ലാത്തതൊക്കെ ഒരുവിധമൊക്കെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അള്ളാഹുടെ എന്നോട് അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താല്ലേ, ഇന്ന് സ്കൂൾ തുറന്നു. എല്ലാവരും ചോദിച്ചു എന്നോട് ഷാൾ മാക്സിയുടെ വീഡിയോസ് ഉണ്ടോ വെച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ആ നമ്പറിലേക്ക് മെസ്സേജ് വരും. പെരുന്നാൾ വരെയൊക്കെ എല്ലാവരും നല്ലോണം ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ സെയിലായിട്ടുണ്ടായി. പിന്നെ നമ്മുടെ അയൽവക്കക്കാരെടുത്തു, പിന്നെ വളവിൽ അവിടെ ഉള്ളവരൊക്കെ എടുത്തു. നമ്മുടെ ഇന്ന് എടുക്കണവരെല്ലാവരും നമ്മളെ ഫോൺ വിളിച്ച് വരുത്തി. അങ്ങനെ പനിയാണെങ്കിൽ അവരടുത്തൊക്കെ പോയി അങ്ങനെ അതൊക്കെ സെയിലാക്കിട്ടോ. പിന്നെ നമ്മുടെ സ്കൂളൊക്കെ തുറന്നു. പിന്നത്തെ വിശേഷം എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ, 1.5 വയസ്സുകാരൻ്റെ മരണം. എന്താല്ലേ, മൃഗങ്ങൾ പോലും ഇന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാലമാണ്. അവരുടെ മനസ്സ് പോലും ആ ജന്തുക്കൾക്ക് ഉണ്ടായില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം. ആ 2 അമ്മമാരും ആ കുഞ്ഞിനെ നോക്കാമെന്ന് പറഞ്ഞ് ചോദിച്ച് അവളെ പിന്നാലെ നടന്നപ്പോൾ അവൾ എന്തിനായിരിക്കും ഈ കാട്ടാളൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തിട്ട് പോയാണാവും. അവൾക്ക് അപ്പോൾ ആ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു എന്നുള്ള ആ വേദന അവൾക്ക് അറിയുമ്പോൾ ആ കുഞ്ഞിനോടൊരു സ്നേഹം നമുക്ക് തോന്നുമല്ലോ. ആ കുഞ്ഞിനെ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ മക്കളുടെ മുഖം കണ്ടാൽ മറക്കും. ഈ കഴുത എന്തായിരിക്കും ഇങ്ങനെ ആയി? കഴുതയിലും പെടുത്താൻ പറ്റില്ല അവളേനെ. രാക്ഷസിയാണ്, രാക്ഷസി. അവരേനെ രണ്ടാളേനി 51 മുറിവുകളുണ്ട് കുഞ്ഞിൻ്റെ മേലെന്ന് കേട്ടത്. അത് 51 എന്നുള്ളത് ഒരു 5001 ആക്കിയിട്ട് അവരുടെ മേൽക്കൂടെ അതേമാതിരി അവർ സിഗരറ്റ് കൊണ്ടാണ് പൊളിച്ച് ഇവരേനെ ഇരുമ്പ് കമ്പി ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തണം അങ്ങനെ. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. നെജ്ജിസൂള് ഭയങ്കര വിഷമല്ലേ. വീഡിയോ കണ്ടിട്ട് കരയാത്തൊരു ചുരുക്കം ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുഖം നോക്കി വെക്കാം, ഒരു വിഷമം പിടിച്ച കുട്ടി. എന്തൊക്കെ ആ കുട്ടി ആഗ്രഹിക്കണമാതിരി അല്ലേ. ഒരു ആ പെണ്ണ് എങ്ങനെ ഈ 2 ദിവസം ഈ ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പോയത്? എന്ത് മനസ്സമാധാനത്തിന് അവൾ തുള്ളാൻ പോയി എന്നാണ് ഞാൻ ആലോചിക്കണം. നമുക്ക് സ്വന്തം ഭർത്താക്കന്മാരെന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് അടിച്ചാൽ നമ്മളടിക്കുമ്പോൾ വലിയ വിഷയം ഉണ്ടാവില്ല. അവരടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈഗോ വരും, ദേഷ്യം വരും. എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. വേറെ ആരെങ്കിലും എൻ്റെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ എൻ്റെ കുട്ടികളെ പറയും. അവർ എന്തെങ്കിലും വികൃതിയായിട്ട് പറയും, അല്ലെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ അടിക്കേണ്ട സമയത്തിട്ട്. ഇപ്പോൾ ഒന്നും അടിക്കാൻ പറ്റൂല, ഇപ്പോൾ വലിയ കുട്ടികളായില്ലേ. അപ്പോഴൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. വലിയ കാര്യമായിട്ടില്ലെങ്കിലും അത്യാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്തതിനൊക്കെ ഒന്നിങ്ങനെ
കുട്ടൊക്കെ ചെയ്യും. പക്ഷെ ഇത്ര എങ്ങനെ ഇവൾക്ക് ബോധമില്ലായിരിക്കും ഈ പെണ്ണിനാണോ? ഇവൾക്ക് എന്തെന്നിട്ട് കിട്ടുക? എനിക്ക് ആലോചിക്കാം. ഞാൻ എൻ്റെ അത് വെച്ചിട്ട് പറയാട്ടോ, ഒരിക്കലും കഴിയില്ല. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കളെ ഉപേക്ഷിച്ച് ഒരു കളിയും കളിക്കില്ല. അതിനാവില്ല. പ്രസവിച്ചു എന്നുണ്ടെങ്കിൽ ആവില്ല, അല്ലെങ്കിൽ വേണ്ട. ഇപ്പം പ്രസവിക്കാത്ത വേറൊരു കുഞ്ഞിനെ കണ്ടുനോക്കുക, ആ കുഞ്ഞിനാണല്ല ആ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് സഹിക്കില്ല കേട്ടോ. ജന്മം ജന്തു. അവളേനെ അവളെ അമ്മ എത്ര ഭംഗിയിൽ നോക്കി ഇത്രത്തോളം ആക്കി. കഴുത ഒരു ഇത്ര പോകുന്ന ഒരു കുഞ്ഞിനെ നോക്കാൻ കഴിവില്ലാത്ത തെമ്മാടി. അവൾ ഇനി സൂയിക്കട്ടെ. അക്കരെ ഇക്കരെ നിന്നിട്ട് ജയിലിലെ ആണുങ്ങളെ ജയിലിലെ ഓനെയും പെണ്ണുങ്ങളെ ജയിലിൽ ഓളേനെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടാളും കൂടി ഇനി അവിടെ നിന്നിട്ട് ഒപ്പന കളിക്കട്ടെ. നമ്മൾ ഗ്രൂപ്പ് ഡാൻസ്, അവൻ സിംഗിൾ ഡാൻസ് അല്ലേ? അതഞ്ഞ് നടക്കും. എത്ര കാലം കെടുക്കുകയാണോ? കൊലക്കയർ തന്നെ കിട്ടണം അവൾക്ക്. കൊലക്കയർ അവളെ ഇഞ്ചിഞ്ചാക്കി ഇങ്ങനെ അവളേനെ അവന് വേദനിപ്പിച്ച് സഹിക്കാൻ കഴിയാതെ അവർ അറ്റാക്കൊന്നും മരിക്കണം. വേദന സഹിക്കാൻ വയ്യ. ആ കുഞ്ഞ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. സൺസൈഡിൻ്റെ മുകളിലൊക്കെ ആക്കി പോയിന്ന്. അപ്പോൾ അവൻ്റെ മനസ്സെന്താ? അവനെന്താ ജന്മം? ഒരു വർഗത്തിനും കൂട്ടാൻ പറ്റില്ല. എന്താ ജന്മം എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. സൈലന്റ് കില്ലർ എന്നാണ് അവളമ്മ പറഞ്ഞത്. അല്ലാഹു അലം. അതൊക്കെ ശരിക്കും നല്ലൊരു ശിക്ഷ ഇല്ലാത്തതിൻ്റെ കുറവാണ് ഇവരൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. അതൊക്കെ അങ്ങോട്ട് ആ സ്പോട്ടിൽ വെച്ചിട്ട് കൊല്ലാനുള്ള നിയമം വരണം. അപ്പോഴാണ് കൊലപാതകങ്ങൾ കുറയുള്ളൂ അല്ലേ? എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.